ലേൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലയാള അക്ഷരങ്ങളോട് ചേർന്ന് ഹിന്ദി അക്ഷരം എങ്ങനെ പഠിക്കാമെന്ന് പാർട്ട് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഹിന്ദിയിലെ ആദ്യത്തെ അക്ഷരമായ ആ എഴുതാനാണ് പാർട്ട് 1 പഠിച്ചത്. ഇന്ന് നമ്മൾക്ക് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 2 വാക്കുകൾ പഠിക്കാം. വാക്കുകൾ എഴുതാൻ പഠിക്കാനായിട്ടില്ല, പറഞ്ഞു പഠിക്കാൻ വേണ്ടിയാണ് വാക്കുകൾ തരുന്നത്. അതായത് ആദ്യത്തെ അക്ഷരമായ ആ വെച്ചുകൊണ്ട് തുടങ്ങുന്ന 2 വാക്കുകൾ. ഹിന്ദിയിൽ വാക്ക് എന്നാൽ ശബ്ദ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 പഴങ്ങളുടെ പിക്ചർ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പഴത്തിന് ഹിന്ദിയിൽ ഫൽ എന്നാണ് പറയുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചേ. ആ എന്ന ആദ്യത്തെ അക്ഷരം എങ്ങനെയാണ് എഴുതാന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ആദ്യം ആ എന്ന കർവിലൂടെ നമ്മൾ നീറ്റായി വരയ്ക്കുക. അതിനുശേഷം ഒരു കർവ് ലൈൻ, ചില ആളവിടെ ഒരു സ്ലീപ്പിംഗ് ലൈനാണ് വരക്കാറുള്ളത്. നല്ലൊരു കർവ് ലൈൻ വരച്ച്, സ്റ്റാൻഡിങ് ലൈൻ വരച്ച്, ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് എഴുതാനാണ് നമ്മൾ പഠിച്ചത്. ആദ്യമായി ഹിന്ദി അക്ഷരം പഠിക്കുമ്പോൾ നല്ല നീറ്റിൽ എഴുതാൻ പഠിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിലും നല്ല ഭംഗിയിലും ഹിന്ദി അക്ഷരം എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും എഴുതുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായി അക്ഷരങ്ങൾ നീറ്റായി എഴുതാൻ പഠിക്കുക. ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് എഴുതുമ്പോൾ അത് നീറ്റായി കൊണ്ടുവരിക. അപ്പോൾ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചേ. ആ സേ അനാർ. അനാർ പൊമീഗ്രാനൈറ്റ് എന്ന അനാറിൻ്റെ പിക്ചറാണ്. ആസേ അനാർ. ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ. ആസേ അനാർ. അനാറിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത് അല്ലേ? മാതളം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫലം അല്ലേ, ഒരു പഴമാണ് അനാർ. അപ്പോൾ ആ എന്ന ആദ്യത്തെ ഹിന്ദി അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് അനാർ. ഇതിൽ ആ എന്ന അക്ഷരമുണ്ട്, പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള നാ എന്ന അക്ഷരമുണ്ട്, ഒരു ആയുടെ മാത്രയുണ്ട്, പിന്നെ ഒരു രാ എന്ന അക്ഷരമുണ്ട്. അതാരും മക്കൾ പഠിക്കണ്ട. ഇപ്പോൾ ആ എന്ന അക്ഷരം മാത്രം പഠിക്കുക. എന്നിട്ട് ആസെ അനാർ എന്നൊന്ന് പറഞ്ഞു നോക്കുക. അതുകൂടാതെ ഒരു ഫലം കൂടി കാണിച്ചു തരാം. ആസെ അമ്രൂദ്. അമ്രുദ് മീൻസ് നമ്മുടെ പേരക്ക, ഗുവാങ്ക പറയുന്ന പേരക്ക. ആസേ അമൃത്. ഈ 2 പിക്ചറുകളും ഹായ് എഴുതിയതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സാവധാനം പഠിക്കുക. ആസേ അനാർ, ആസേ അമൃത്. വൺസ് മോർ. ആസേ അനാർ, ആസേ അമൃത്. വൺസ് മോർ. ആസേ അനാർ, ആസേ അമൃത്. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഹിന്ദിയിലെ 2ാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരത്തിലേക്ക് കടക്കാം. ഇതാണ് ഹിന്ദിയിലെ 2ാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരം. ആദ്യത്തെ അക്ഷരമായ ആ പഠിച്ചു കഴിഞ്ഞ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ തന്നെ 2ാമത്തെ അക്ഷരവും പഠിക്കാം. ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളിൽ ഈയും ഈയും എ ഐ എന്നീ അക്ഷരങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ഏകദേശം ആ എന്ന അക്ഷരം എഴുതുന്ന പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ 2ാമത്തെ അക്ഷരമായ ആ എങ്ങനെ എഴുതുകയാണെന്ന് കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ആ എന്ന അക്ഷരം എഴുതിയ പോലെ തന്നെ നമ്മൾ കർവ് ലൈനിലൂടെ വന്ന് കുറച്ചിത് നീട്ടി എഴുതാൻ പഠിക്കണം. ആ എന്ന അക്ഷരം എഴുതുമ്പോൾ ഇങ്ങനെ നീട്ടി എഴുതിയാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നീട് കർവ് ലൈൻ, 1 സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് 2 സ്റ്റാൻഡിങ് ലൈൻ. ആദ്യത്തെ ആ എന്ന അക്ഷരത്തിൽ നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനാണ് വരച്ചത്. ഇവിടെ 2 സ്റ്റാൻഡിങ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനുമാണ് 2ാമത്തെ അക്ഷരത്തിന് വേണ്ടത്. അപ്പോൾ 2ാമത്തെ അക്ഷരത്തിൻ്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സ്ട്രാ സ്റ്റാൻഡിങ് ലൈനും കൂടി ആ എന്ന അക്ഷരത്തിലുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡോട്ടിലൂടെ ആ എന്ന 2ാമത്തെ അക്ഷരം നല്ല നീറ്റായി എഴുതാൻ പഠിക്കാം. സാവധാനം എഴുതുക. കുട്ടികൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡോട്ട് ഇട്ട് അവർക്ക് ആദ്യം വരച്ചു കൊടുക്കുക. ആ ഡോട്ടുകൾ തമ്മിൽ യോജിപ്പിച്ച് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഒരു 2-3 തവണ കുട്ടികളുടെ കൈപിടിച്ച് എഴുതിപ്പിച്ചതിന് ശേഷം സ്വയം അവരെ എഴുതാൻ പ്രേരിപ്പിക്കുക. ആ 2 സ്റ്റാൻഡിങ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനും. ഓരോ അക്ഷരം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റാണ്, ഭംഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അവർ ആ അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ, ഹിന്ദി പഠിക്കാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ എല്ലാ
അമ്മമാരും എഴുതുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സാവധാനം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സ്ലോലി ഓരോ ലൈനായി വരച്ച് പഠിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ അക്ഷരമായ അ. രണ്ടാമത്തെ അക്ഷരം എല്ലാ കൂട്ടുകാർക്കും സിമ്പിളായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ആയിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡിങ് ലൈൻ മാത്രം ആഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ ഹിന്ദി അക്ഷരമായ ആ എന്ന അക്ഷരം കിട്ടി. മലയാളത്തിലെ അക്ഷരം എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആദ്യത്തെ ആ എഴുതുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൂടെ വരച്ച് എഴുതുമ്പോഴാണ് രണ്ടാമത്തെ മലയാള അക്ഷരം ലഭിക്കുക. ഈ രണ്ടാമത്തെ മലയാള അക്ഷരം എഴുതുന്ന അത്രയും ഡിഫിക്കൽട്ട് ഇല്ല ഈ ഹിന്ദിയിലെ രണ്ടാമത്തെ അക്ഷരം എഴുതാൻ. അപ്പോൾ കൂട്ടുകാർ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ അക്ഷരമായ ആ ആണ് ഇവിടെ എഴുതുന്നത്. സാവധാനം 2 സ്റ്റാൻഡിങ് ലൈൻ വരച്ച് ഒരു സ്ലീപ്പിംഗ് ലൈനും ഇട്ടാൽ രണ്ടാമത്തെ അക്ഷരമായി. ഒരിക്കലും തന്നെ ആ എന്ന അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ സ്ലീപ്പിംഗ് ലൈന് നീട്ടരുത്. ആ സ്റ്റാൻഡിങ് ലൈനിന് കറക്റ്റായി മാത്രമേ സ്ലീപ്പിംഗ് ലൈൻ വരക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ആ എന്ന ഹിന്ദിയിലെ രണ്ടാമത്തെ അക്ഷരം നല്ല നീറ്റായി ഭംഗിയായി നമ്മൾക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കേ. ആ എന്ന രണ്ടാമത്തെ അക്ഷരം എല്ലാ കൂട്ടുകാരും പഠിച്ചിരിക്കുമല്ലോ. ഇനി ആ എന്ന രണ്ടാമത്തെ അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകൾ നമ്മൾക്കൊന്ന് പറഞ്ഞു പഠിക്കാം. എഴുതി പഠിക്കാനായിട്ടില്ല, അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ എന്ന രണ്ടാമത്തെ അക്ഷരം എഴുതിയതിന് ശേഷം ആസേ, ആസേ, ആം, ആസേ, ആം. ആം എന്താ? നമ്മുടെ മാങ്ങ അല്ലേ, മാംഗോ. എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ മാങ്ങയ്ക്ക് പറയുന്ന പേരാണ് ആം. ഇവിടെ രണ്ടാമത്തെ അക്ഷരമായ ആ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറഞ്ഞു പഠിക്കുക? ആസേ ആം. ഒന്നുകൂടി പറഞ്ഞേ, ആസേ ആം. രണ്ടാമത് വേറൊരു വേർഡ് കൂടി പഠിക്കാം. ആസേ ആഗ്, ആസേ ആഗ്. ആഗ് മീൻസ് തീയാണ്. തീയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എന്ന രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ 2 വേർഡുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആ എഴുതാൻ പഠിച്ചു, 2 ആസേ ആം, ആസേ ആഗ്. ഫസ്റ്റ് ലെറ്റർ ആസേ അനാർ, ആസേ അമരുത്. സെക്കൻഡ് അക്ഷരമായ ആ കുറച്ചും കൂടെ നീട്ടി ഉച്ചരിക്കണം. ആയുടെ വാക്കുകളാണ് ആസേ ആം, ആസേ ആഗ്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് അക്ഷരമായ ഈയിലേക്ക് കടക്കാം. ആ എഴുതാൻ വളരെ സിമ്പിളാണ്. പറഞ്ഞു പഠിക്കുക. ആസേ അനാർ, ആസേ ആം. 2 വേർഡുകൾ ഒരുമിച്ച് പറഞ്ഞു പഠിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു വേർഡ് ആദ്യം തന്നെ പറഞ്ഞു പഠിക്കുക. ആസേ അനാർ, ആസേ ആം. ഓക്കേ. ഇതാണ് ഹിന്ദിയിലെ മൂന്നാമത്തെ അക്ഷരമായ ഇ എന്ന അക്ഷരം. കൂട്ടുകാരൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ അക്ഷരമായ ഇ എന്ന അക്ഷരം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അത് നമ്മൾക്ക് സിമ്പിളായി എഴുതാൻ പഠിക്കാം. മലയാളത്തിലെ ഇ എന്ന അക്ഷരം നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടൊക്കെ ആയി ഇങ്ങനെ വരച്ച് എഴുതേണ്ടതാണ്. എന്നാൽ ഹിന്ദിയിലെ ഈ അക്ഷരം ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഇംഗ്ലീഷ് അക്ഷരമായ സി എഴുതുന്നത് പോലെ കൊണ്ടുവന്ന് എസ് എഴുതുന്നത് പോലെ തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ താഴെ നിന്നും ഒരു ചെറിയ ലൈൻ താഴേക്കിടുക. ഇതാണ് ഹിന്ദിയിലെ ഇ എന്ന അക്ഷരം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ വര വരക്കണം. ഹിന്ദി അക്ഷരം എപ്പോഴും എഴുതുമ്പോഴും മുകളിൽ വരയിടണം. ആദ്യം ഒരു സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഇംഗ്ലീഷ് അക്ഷരമായി എസ് എഴുതും പോലെ സാവധാനത്തിൽ വരച്ച് താഴേക്ക് വരയ്ക്കുക. മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇടുക. ഓക്കെ. ആദ്യമായി ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, അത് വളർച്ച കർവ് പോലെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് വരയ്ക്കുക. മുകളിൽ എഴുതിയ വാർഡ്, ഹിന്ദി അക്ഷരം എഴുതിയ വാർഡ് ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇടുക. അപ്പോൾ ഇ എന്ന ഹിന്ദിയിലെ മൂന്നാമത്തെ അക്ഷരമായി. ഒന്നുകൂടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഡോട്ട് ഇട്ട് ആ ഡോട്ടുകളിലൂടെ യോജിപ്പിച്ച് സാവധാനം ഭംഗിയിലെഴുതി വരയ്ക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞ് സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ അതൊരു കർവ് ലൈനിലൂടെ എസ് എന്ന അക്ഷരം പോലെ എഴുതി അതിൻ്റെ ഉള്ളിലൂടെ ഇടയിലൂടെ താഴേക്ക് വരയ്ക്കുക. ഈ മുകളിൽ വരയിടുക. അതാണ് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ. ഒന്നുകൂടി ശ്രദ്ധിക്കുക.
ഈ എന്ന അക്ഷരമാണ്. സിമ്പിളായി എഴുതാൻ നമ്മൾക്ക് നല്ല ഭംഗിയിൽ എഴുതി പഠിക്കുക. കുറച്ചുകൂടി നല്ല നീറ്റായി എഴുതി പഠിച്ചാൽ പിന്നീട് അക്ഷരങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഹിന്ദിയിലെ 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ എന്ന അക്ഷരം, ആ എന്ന അക്ഷരം, ഈ എന്ന അക്ഷരം. ഇനി ആ എന്ന അക്ഷരം വെച്ച് നമ്മൾ ആസെ അനാർ പറഞ്ഞു. ആ എന്ന അക്ഷരം വെച്ച് ആസെ ആമും പഠിച്ചു. ഇനി ഈ എന്ന അക്ഷരം വെച്ച് നമ്മൾക്കൊരു വേർഡ് പഠിക്കണ്ടേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് ഇംലി. ഇംലി. നമ്മൾ മാവും ലാവും അക്ഷരങ്ങളും ഒന്നും പഠിച്ചില്ല, പക്ഷെ പറഞ്ഞു പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പിക്ചറിലൂടെ ഒരു വേർഡ് കാണിക്കുന്നത്. ഇംലി മീൻസ് നമ്മുടെ പുളി. നമ്മളെല്ലാവർക്കും പുളി അറിയാം അല്ലേ? ഹിന്ദിയിൽ പുളിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇംലി. അത് ഇംലി എന്ന് വായിക്കാൻ മാത്രം പഠിച്ചാൽ മതി. അക്ഷരത്തിന് ഒന്ന് പരിചയപ്പെടാനാണ് ഈ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ്. അതിന് വേണ്ടാണ് ഇംലി ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആസേ അനാർ, ആസേ ആം, ഈസേ ഇംലി. എല്ലാവരും പഠിച്ചില്ലേ? ഈസേ ഇംലി. അതുകൂടാതെ ഈസയിൽ തുടങ്ങുന്ന, ഈയിൽ തുടങ്ങുന്ന വേറൊരു വാക്ക് കൂടി നമുക്ക് പഠിക്കാം. ഈസേ ഇസ്ത്രി. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈസേ ഇംലി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ആ, ആ, ഈ. ഈന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ആസേ അനാർ, ആസേ ആം, ഈസേ ഇംലി. എല്ലാവരും ഒന്ന് പറഞ്ഞു പഠിക്കുക. ആസേ അനാർ, ആസേ ആം, ഈസേ ഇംലി.